അങ്ങനെ തമിഴ്നാട്ടിൽ വിജയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് രൂപവൽക്കരിച്ചിരിക്കുകയാണ്. ഇതിനു വേണ്ട ചുക്കാൻ വലിച്ചത് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ആണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് പിറ്റേ ദിവസം തന്നെ കോൺഗ്രസ് അവരുടെ 5 MLA-മാരുടെ പിന്തുണ ഔദ്യോഗികമായി വിജയുടെ പാർട്ടിക്ക് നൽകി. അങ്ങനെ 112 പേരുടെ ഒപ്പുമായി ഗവർണറെ കാണാൻ ചെന്ന വിജയെ 118 പേരുടെ പിന്തുണയില്ല എന്ന് പറഞ്ഞ് BJPക്ക് കുതിരക്കച്ചവടം നടത്തുന്നതിന് അവസരമുണ്ടാക്കി ഗവർണർ സർക്കാർ രൂപീകരിക്കാൻ അനുമതി നൽകിയില്ല. പിന്നീട് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും CPIM-നെയും CPI-യെയും മുസ്ലിം ലീഗിനെയും VCK-യെയും വിജയുടെ പാർട്ടിക്ക് പിന്തുണ നൽകുന്നതിന് പ്രേരിപ്പിച്ചു. അവരുടെ പ്രവർത്തന ഫലമായി ഈ പാർട്ടികളെല്ലാം വിജയ്ക്ക് പിന്തുണ നൽകി. അങ്ങനെ 121 പേരുടെ പിന്തുണയുമായാണ് വിജയ് സർക്കാർ രൂപീകരിച്ചത്. വിജയുടെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി രാഹുൽ ഗാന്ധിയും വിജയും ഒരുമിച്ച് സ്റ്റേജിലേക്ക് കയറി വരുന്ന കാഴ്ച ജനങ്ങളെ ആവേശപുളകിതരാക്കി. ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായി കാണുകയും അവലോകനം ചെയ്യുകയും ചെയ്യാം. അതുപോലെ രാഹുൽ ഗാന്ധി വിജയ്ക്ക് ആശംസ നേരുന്നതും അതിന് മറുപടിയായി വിജയ് നന്ദി വാക്ക് കുറിച്ചതും നമുക്ക് കാണാം. എന്നെ കാണുന്ന നിങ്ങളിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 7-ാം തീയതി നടക്കേണ്ട സത്യപ്രതിജ്ഞയാണ് ഗവർണറുടെ BJPക്ക് വേണ്ടിയുള്ള നാണംകെട്ട വൃത്തികെട്ട കളിയുടെ പേരിൽ 10-ാം തീയതി വരെ നീണ്ടുപോയത്. അതിനിടെ DMK-യും ADMK-യെയും ഒരുമിപ്പിച്ച് സർക്കാർ ഉണ്ടാക്കാൻ BJP വലിയ കളി കളിച്ചു. എന്നാൽ ADMK-യിൽ പിളർപ്പ് ഉണ്ടാകുന്ന അവസ്ഥയിലേക്കാണ് ഇത് കൊണ്ടുചെന്ന് എത്തിച്ചത്. മന്ത്രിസഭ രൂപീകരിക്കാൻ ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ നേതാവിനെ ക്ഷണിക്കുക എന്നുള്ളതാണ് സംഘികളുടെ ഭരണത്തിനു മുൻപ് എപ്പോഴും ഗവർണർമാർ ചെയ്തിരുന്നത്. എന്നാൽ ഭൂരിപക്ഷത്തിന് വെറും 10 സീറ്റുകളുടെ മാത്രം കുറവുണ്ടായിരുന്ന വിജയുടെ പാർട്ടിയെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്താൻ സർവ്വ അടവും പയറ്റിയ തമിഴ്നാട് ഗവർണർക്ക് അവസാനം മുട്ടുമടക്കേണ്ടി വന്നു. ഭൂരിപക്ഷം തെളിയിക്കേണ്ടത് സഭയിലാണ് എന്നുള്ള വസ്തുത നിലനിൽക്കുമ്പോഴാണ് യാതൊരു മടിയും നാണവും കൂടാതെ മോദിക്ക് വേണ്ടി അയാൾ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചത്. സത്യപ്രതിജ്ഞയ്ക്കായി വിജയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ചാണ് സ്റ്റേജിലേക്ക് കടന്നു വന്നത്. അപ്പോൾ ജനങ്ങളുടെ ആവേശം അതിര് കവിഞ്ഞു. അതിന്റെ കോരിത്തെരിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടുകൊള്ളൂ. மாண்புமிகு தமிழ்நாடு முதலமைச்சராக பதவியேற்க உள்ள திரு சி. ஜோசப் விஜய் அவர்களை வருக வருக என்று வரவேற்கின்றோம். We extend a hearty welcome to the honorable leader of the opposition. We extend a hearty welcome to the honorable Chief Minister designate Thiru C. Joseph Vijay. ഒരുപക്ഷെ ഇന്ത്യ ഇതിനു മുൻപ് ഒരിക്കലും കാണാത്ത രീതിയിലുള്ള സ്റ്റൈലൻ വേഷം ധരിച്ചാണ് ദളപതി വിജയ് കടന്നു വരുന്നത്. കോട്ടും സൂട്ടും അണിഞ്ഞ് ഒരു യഥാർത്ഥ പ്രൊഫഷണലിനെ പോലെ കടന്നു വരുന്ന ദൃശ്യങ്ങൾ എത്ര സ്റ്റൈലിഷ് ആണ് എന്ന് കണ്ടല്ലോ. വിജയോടൊപ്പം ഇവിടെ സ്വാഗതം ഓതിയത് രാഹുൽ ഗാന്ധിക്ക് മാത്രമാണ്. രണ്ടുപേരും ഒരുമിച്ച് നിന്നാണ് തമിഴ് മക്കൾക്ക് മുൻപിൽ കൈകൂപ്പുന്നത്. ഇതിന്റെ ഇടയ്ക്ക് രാഹുൽ ഗാന്ധിയും വിജയും തമ്മിൽ ചില സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുന്നത് ജനങ്ങളെ ആവേശ കൊടുമുടിയിൽ എത്തിക്കുകയാണ്. വിജയുടെ മാതാപിതാക്കൾ അതിയായ സന്തോഷത്തോടെ വേദിയുടെ മുൻപിൽ തന്നെ ഇരിക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാം. അതുപോലെ വിജയുടെ ഗേൾഫ്രണ്ട് തൃഷ കൃഷ്ണനും വലിയ സന്തോഷത്തോടെ മുൻനിരയിൽ തന്നെ ഇരിക്കുകയാണ്. പുതുതലമുറയെ ആവേശം കൊള്ളിപ്പിക്കുന്ന ഗെറ്റപ്പുമായാണ് വിജയ് നിൽക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ സംഘികൾക്ക് കുരുപൊട്ടുകയാണ്.
ഇത് കണ്ട് അവർ ചെയ്യുന്നത് എന്താണ് എന്ന് കാണണ്ടേ? അതെ, ഇതാണ് സംഘികൾ സഹിക്കാൻ വയ്യാതെ ചെയ്യുന്നത്. സ്വയം ചാട്ടയടിച്ച് അവർ ചെയ്യുന്ന കൊടിയ പാപങ്ങൾക്ക് ശിക്ഷ ഏൽക്കുകയാണ്. ഇത്രയും ആവേശം കൊള്ളിച്ച ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. മീഡിയകൾ മാറി മാറിയാണ് രാഹുൽ ഗാന്ധിയെയും വിജയിനെയും ഫോക്കസ് ചെയ്യുന്നത്. ഈ വേദിയിലുള്ള യഥാർത്ഥ രണ്ട് താരങ്ങളാണ് രാഹുൽ ഗാന്ധിയും വിജയും എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ. അവർ കസേരയിൽ ഇരിക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി വിജയോട് പറയുകയാണ് താങ്കൾ ഇരിക്കൂ എന്ന്. വിജയ് അതേ മര്യാദയോടെ രാഹുൽ ഗാന്ധിയോട് പറയുന്നു താങ്കൾ ആദ്യം ഇരിക്കൂ എന്ന്. അവസാനം രണ്ടുപേരും ഒരുമിച്ച് ഇരിക്കുകയാണ്. കൂടെ വേദിയിൽ മന്ത്രിമാരായി ഇതേ ദിവസം സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന TVKയുടെ MLAമാരും ആണ് ഇരിക്കുന്നത്. അമിതമായ ഫേക്ക് ആവേശം കാണിക്കാതെ വളരെ സംയമനത്തോടെ പക്വതയാർന്ന മുഖഭാവത്തോടെയും ചിരിയോടെയുമാണ് ആദ്യമായി രാഷ്ട്രീയത്തിൽ പിച്ചവയ്ക്കുന്ന വിജയ് പെരുമാറുന്നത്. ഇത് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ വീണ്ടും വീണ്ടും ആവേശം കൊള്ളിക്കുകയാണ്. വിജയ് രാഹുൽ ഗാന്ധിയെ നേരിട്ട് ചെന്ന് കണ്ട് സ്വീകരിക്കുന്നതിൻ്റെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെയും ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി എക്സിൽ എഴുതിയത് ഇങ്ങനെയാണ്: തമിഴ്നാട് തെരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു പുതിയ തലമുറ, ഒരു പുതിയ ശബ്ദം, ഒരു പുതിയ ഇമാജിനേഷൻ. ബഹുമാനപ്പെട്ട വിജയ്ക്ക് ഞാൻ എല്ലാ നന്മകളും ആശംസിക്കുന്നു. അദ്ദേഹത്തിന് തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്നതിൽ. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ ട്വീറ്റ് കോട്ട് ചെയ്തുകൊണ്ട് വിജയ് മറുപടിയായി എഴുതിയത് ഇങ്ങനെയാണ്: എന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതം ആക്കിയതിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നമ്മൾ ഒരുമിച്ച് ജനങ്ങളെ സേവിക്കാനുള്ള യാത്ര തുടങ്ങിയ വേളയിൽ താങ്കളുടെ പിന്തുണയും കനിവ് നിറഞ്ഞ ആശംസയും ഞാൻ വളരെയേറെ വിലമതിക്കുന്നു. അങ്ങനെ തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയും വിജയും ചേർന്ന രാഹുൽ വിജയത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഭരണം പരമാവധി അലങ്കോലമാക്കാൻ മോദിയുടെ ചട്ടുകമായ ഗവർണറും മോദിയും BJPയും പരിശ്രമിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. എങ്കിലും അതൊക്കെ തരണം ചെയ്ത് ജനങ്ങൾക്ക് നൽകിയ വാക്കുകളോട് 100% നീതി പുലർത്തി മുന്നേറാൻ കഴിയുമെന്ന് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കാം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?